നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ തുടങ്ങും. 10 മണിയോടെ ഏകദേശ ചിത്രം വ്യക്തമാകും. ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ മുന്നണികൾ ആത്മവിശ്വാസത്തിലാണ്. വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. പുതിയ നാഥനെ തേടിയുള്ള കാത്തിരിപ്പിലാണ് ഭരണസിരാ കേന്ദ്രം. ഓരോ 5 വർഷവും അധിപന്മാർ മാറുമെന്ന രീതിക്ക് ഇത്തവണ മാറ്റമുണ്ടാകുമോ? ഇനി ഒന്നാം നമ്പർക്കാരിൽ ഈ അധികാര കേന്ദ്രത്തിലേക്ക് കടന്നു വരിക പിണറായിയോ ചെന്നിത്തലയോ എന്ന് രണ്ടിനറിയാം. കാത്തിരിപ്പുകൾക്ക് മണിക്കൂറുകൾക്കകം വിരാമമാകും. മാറി മാറി അധികാരികളെ ഭരിച്ച ഈ ഭരണസിരാ കേന്ദ്രത്തിന് ഒന്ന് മാറി ചിന്തിക്കണമെന്നുണ്ടാകുമോ? അതോ ചരിത്രത്തിനൊപ്പം നടക്കാനാകുമോ ആഗ്രഹം? രണ്ടായാലും അത് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെ. ആ തീരുമാനമറിയാൻ അധിക സമയമില്ല. ഏപ്രിൽ 6-ന് കുറിച്ച് കാത്തിരിക്കുന്ന ജനവിധിയാണ് 25 ദിവസത്തിനൊടുവിൽ തെളിയാൻ പോകുന്നത്. പുറത്തുവരുന്ന ഫലം കേരള രാഷ്ട്രീയത്തിന്റെ തലവര മാറ്റുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഭരണ തുടർച്ചയെങ്കിൽ അത് പുതുചരിത്രം കുറിക്കും. മറിച്ചായാൽ ചരിത്രത്തിന്റെ ആവർത്തനം. ഇരു മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എക്സിറ്റ് പോളുകൾ തുടർഭരണമുറപ്പിക്കുന്ന LDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ UDF പ്രവചനങ്ങളെ പാടെ തള്ളിക്കളയുന്നു. ഉറപ്പായും ഭരണമാറ്റമുണ്ടാകുമെന്നാണ് വലതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെയാണ് അതിന് പ്രധാന ആധാരം. രാവിലെ 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റിലൂടെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. 10 മണിയോടെ സംസ്ഥാനത്തിന്റെ അടുത്ത ഭരണാധികാരികൾ ആരുന്നതിന്റെ ചിത്രം വ്യക്തമാകും. 114 കേന്ദ്രങ്ങളിലായി 633 ഹാളുകളിലാണ് വോട്ടെണ്ണൽ നടക്കുക. 106 ഹാളുകളിൽ തപാൽ വോട്ടുകളും 527 എണ്ണത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാണ് വോട്ടെണ്ണൽ. ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ ആഘോഷങ്ങളും കൂടിച്ചേരലും നിരോധിച്ച ഹൈക്കോടതി വിധി നടപ്പാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. നമ്മോടൊപ്പം ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ, അഡ്വക്കേറ്റ് അനിൽകുമാർ CPIM, വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ BJP, ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഡൊമിനിക് പ്രസിഡേഷൻ കോൺഗ്രസ് നേതാവ്. ആദ്യം ശ്രീ ടിക്കാറാം മീണ IAS, എത്ര മണിക്ക് ആദ്യ ഫലസൂചനകൾ നമുക്ക് ലഭ്യമാകും? നാളെ 8 മണിക്കാണ് നമ്മൾ ഈ കൗണ്ടിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 30 മിനിറ്റ് വരെ നമുക്ക് പോസ്റ്റൽ ബാലറ്റ് ആണ് കൗണ്ടിങ് ചെയ്യേണ്ടത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ EVM, അതായത് കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് 8:30 മണിക്ക്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിലെ നിങ്ങൾ എല്ലാവർക്കും അറിയാം, തുടക്കമായതുകൊണ്ട് ചിലപ്പോൾ ഇറ്റ് മേ ടേക്ക് ബിറ്റ്വീൻ 35 to 40 മിനിറ്റ്സ് ഫസ്റ്റ് റൗണ്ടിൽ. എന്നാലും മൊത്തം നമുക്ക് ഇപ്പോൾ ബിറ്റ്വീൻ 9 to 10 ആദ്യത്തെ റൗണ്ടിന്റെ സൂചന നമുക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ട്. അതായത് ആദ്യം തപാൽ വോട്ട് എണ്ണും. തപാൽ വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം EVMൽ അത് ചേർത്ത് EVM സ്റ്റാർട്ട് ചെയ്യുമെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? തപാൽ വോട്ടിന്റെ കണക്ക് ഇതിൽ വരത്തില്ല. തപാൽ വോട്ടിന്റെ കണക്ക് അവസാനം മാത്രമേ ആഡ് ചെയ്യും. നമ്മൾ കണക്ക് ഇതിന്റെ റൗണ്ട് വൈസ് കണക്ക് തപാൽ വോട്ടിന്റെ അവിടെ ഇതിൽ ആഡ് ചെയ്യില്ല. അത് അവസാനമായിട്ട് ആഡ് ചെയ്യും, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് മുൻപ്. അതായത് EVMലൂടെയുള്ള ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നമുക്ക് തപാൽ വോട്ടിന്റെ നില അറിയാനാകില്ല. അല്ല, അറിയാൻ പറ്റും, പക്ഷെ അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവസാനം നമുക്കത് ആഡ് ചെയ്തിട്ട് മാത്രമേ അവസാന ഘട്ടത്തിൽ ഓരോരോ റൗണ്ടിന്റെ അവിടെ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അറിയിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് അവസാന നിമിഷങ്ങളിൽ മാത്രമേ ഇത് ആഡ് ചെയ്തിട്ട് പിന്നെ ഫൈനൽ റിസൾട്ട് പറയാം. അല്ല, എന്റെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ടാലിയിൽ തപാൽ വോട്ട് ഉണ്ടാകില്ല. തപാൽ വോട്ട് അവിടെ കണക്ക് അവിടെ എല്ലാ റൗണ്ട്സിലും ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ അത് ആ സോഫ്റ്റ്വെയറിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് അത് എല്ലാം അത് ആദ്യമായിട്ട് അത് അവിടെ തന്നെ റൗണ്ട് വൈസ് ഡീറ്റെയിൽസ് അവിടെ വയ്ക്കും. പക്ഷെ EVMന്റെ റൗണ്ട് വൈസ് ഡിക്ലെയർ ചെയ്യും പെട്ടെന്ന്. ഈ തപാൽ വോട്ട് 9 മണി വരെ എണ്ണുന്നു എന്ന് വിചാരിക്കുക. അല്ലല്ല, തപാൽ വോട്ട് തുടക്കം മുതൽ 8 മണിക്ക് ആരംഭിക്കും. അവസാനം ഇത് 7 to 8 hours പിടിക്കും തപാൽ വോട്ട് എണ്ണാൻ വേണ്ടി. The number of Tapal vote is 4.5
4,56,000. അപ്പോൾ ഒരു ടേബിളിൽ 500 വോട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ടേബിളിൽ ഈ തപാൽ വോട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു ഹോൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തം സംസ്ഥാനത്തിൽ 106 കൗണ്ടിംഗ് ഹോൾസ് പ്രത്യേകം ഈ തപാൽ വോട്ടിന് വേണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൂടാതെ EVM കൗണ്ട് ചെയ്യാൻ വേണ്ടി 527 കൗണ്ടിംഗ് ഹോൾസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 633 കൗണ്ടിംഗ് ഹോൾസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് ഒരു കൂടുതൽ സമയമെടുക്കും എന്ന ആശങ്ക ആയതുകൊണ്ടാണ് ഈ ഹോൾസിന്റെ എണ്ണം കൂടിയത്. അപ്പോൾ ഡിലേ വരാൻ സാധ്യത ഇല്ല. അതായത് തപാൽ വോട്ട് 8 മണിക്ക് എണ്ണി തുടങ്ങുന്നു, പാരലലായി തന്നെ EVM-ഉം എണ്ണി തുടങ്ങും. യെസ് 8:30 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടും പാരലലായിട്ട് പോകും. ഇത് പിന്നെ അവിടെ വിപുലമായിട്ടുള്ള സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഈ പ്രാവശ്യം കോവിഡ് ഗൈഡ് ലൈൻസിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഈ കൗണ്ടിംഗ് ഏജന്റ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കൗണ്ടിംഗ് ഏജന്റും പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരും എല്ലാം അവിടെ സോഷ്യൽ അകലം പാലിക്കേണ്ടതാണ്. കൂടാതെ എല്ലാ കോവിഡ് കിറ്റിലെ ഉള്ള സാധനം എല്ലാ കൗണ്ടിംഗ് ഹോൾസിലെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതായത് സാനിറ്റൈസേഴ്സ്, ഗ്ലവ്സ്, ഫേസ് മാസ്ക്, ഫേസ് ഷീൽഡ്, കൂടാതെ PPE കിറ്റ് കൂടി ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും PPE കിറ്റ് ധരിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ PPE കിറ്റ് കൂടി ധരിക്കാം. ഇത് നിർബന്ധമില്ല. നേരത്തെ നിർബന്ധമാക്കാമായിരുന്നു. പക്ഷെ ഇത് 4-6-7 മണിക്കൂർ ധരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇപ്പോൾ ഓപ്ഷണൽ ആക്കിയിട്ടുണ്ട്. ബട്ട് ദ ഏർപ്പാട് അവിടെ അറേഞ്ച്മെന്റ് അതിന്റെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഈ ഫസ്റ്റ് റൗണ്ടിന്റെ 9-10 മണി ആയിരിക്കും ഫസ്റ്റ് റൗണ്ട്. പക്ഷേ മൊത്തം നമുക്കൊരു വ്യക്തത, അതായത് ഏകദേശം 4-5 മണി വരെ നമുക്ക് ഏകദേശം ഒരു അൺഒഫീഷ്യലായിട്ട് ഈ ഫിഗേഴ്സ് നമുക്ക് കിട്ടും. മിക്ക നിയോജക മണ്ഡലങ്ങളിൽ 7 to 8 hours it will take. But officially we will not be able to declare because data have to be entered into the software. അവിടെ ഇലക്ഷൻ കമ്മീഷനിൽ ഡാറ്റ പോയതിനു ശേഷം അവിടെ നിന്ന് കൺഫർമേഷൻ വന്നതിന് ശേഷം ഒഫീഷ്യലായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അപ് ടു 9-10 o'clock. എന്റെ ചോദ്യം സർ, EVM 8:30 തുടങ്ങും. ആബ്സല്യൂട്ട്ലി അങ്ങനെയാണ് നിയമം. അതായത് ഏത് സമയത്ത് അങ്ങനെയാണെങ്കിൽ ഏത് സമയത്ത് EVM-ന്റെ വോട്ടിനോടൊപ്പം തപാൽ വോട്ട് ആഡ് ചെയ്യും. നമ്മളിപ്പോൾ വെബ്സൈറ്റിലിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്ര വോട്ട് എന്ന് കാണുമ്പോൾ അതിൽ തപാൽ വോട്ടില്ല. നിങ്ങൾ എപ്പോൾ അത് ആഡ് ചെയ്യും? അവിടെ ആഡ് ഓൺ അവസാനം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എല്ലാ റൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് പോസ്റ്റൽ ബാലറ്റിന്റെ അവസാനം ഘട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യും. അവസാനം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 10 മണിക്ക് നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണുന്ന ടാലിയിൽ ഈ പറയുന്ന തപാൽ വോട്ട് ഉണ്ടാകില്ല. 10 മണിക്കോ 11 മണിക്കോ EVM-ന്റെ മാത്രമായിരിക്കും അത്. പോസ്റ്റൽ ബാലറ്റ് പോസ്റ്റൽ ബാലറ്റ് വിൽ ഇറ്റ് ഹാസ് ടു ബി ഡൺ വെരി കെയർഫുള്ളി. ഇത് മാനുവൽ ആണ് ചെയ്യുന്നത്. EVM is just control unit. അതിലെ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം the figures and the number of votes against each candidate will be displayed. പക്ഷേ പോസ്റ്റൽ ബാലറ്റ് നമ്മൾ മാനുവൽ ആയിട്ടാണ് ചെയ്യേണ്ടത്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഒരു ടേബിളിൽ 500 മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ടേബിൾ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ 7 to 8 hours ആയിരിക്കും ഇതിലും നമുക്ക് സമയം വേണ്ടത്. ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5000 പോസ്റ്റൽ വോട്ടുണ്ട് എന്ന് കരുതുക. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്രയധികം പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടാകുന്നത്. കോവിഡ് സാഹചര്യത്തിൽ 80 വയസ്സിന് മുകളിലുള്ളവർക്ക് കൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചതോടുകൂടിയാണല്ലോ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5000-ത്തിലധികം പോസ്റ്റൽ വോട്ടുകൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് സർ,
ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5000 പോസ്റ്റൽ വോട്ട് ഉണ്ടെന്ന് കരുതുക. അതിൽ 3000-ഓ 3500-ഓ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമായി കിട്ടുന്നു എന്ന് കരുതുക. സാധാരണഗതിയിൽ നമ്മുടെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മാർജിൻ എത്രയാണ്? 1000-നും 3000-ത്തിനും ഇടയിൽ. നമ്മൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നുള്ള വിവരമനുസരിച്ച് എതിർപക്ഷത്തെ സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ 1000-ഓ 2000-ഓ വോട്ട് ലീഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. പെട്ടെന്ന് അവസാനം ഈ പറയുന്ന 3500 വോട്ട് ആഡ് ഓൺ ചെയ്യുമ്പോൾ അതുവരെ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥാനാർത്ഥി പെട്ടെന്ന് തോൽക്കുകയും എതിർ സ്ഥാനാർത്ഥി പിന്നിലായ ട്രെയിലിംഗ് ആയിട്ടുള്ള എതിർ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഇല്ലേ? അല്ല, ഒരു കൺഫ്യൂഷനേ ഉണ്ടാവില്ല. ദർ ഈസ് നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. ബിക്കോസ് ഓരോ റൗണ്ടിലെ പോസ്റ്റൽ ബാലറ്റ് 500 ആണ്. അപ്പോൾ postal ballotinde counting will continue even after the EVMs are completed. It cannot be completed before that. കാരണം ഒരുപാട് പോസ്റ്റൽ ബാലറ്റ് ആണ് ഈ പ്രാവശ്യം. അതെ, അതുകൊണ്ടാണ് അവസാന റൗണ്ട് EVMലെ കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ ആഡ് ചെയ്യും അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പോസ്റ്റൽ വോട്ട് എണ്ണാൻ എത്ര സമയം എടുക്കും? ഏതാണ്ട് 7-8 hours. It will take more than the EVM counting. കൗണ്ടിങ്ങിലെ EVMലെ 6 hours ആണെങ്കിൽ ഇതിൽ ചിലപ്പോൾ 7-8 hours പിടിക്കും. ഇത് സ്വാഭാവികമാണ്, ആദ്യമായിട്ടില്ല. അങ്ങനെ തന്നെയാണ്, നേരത്തെയും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ ഈ പ്രാവശ്യം കൂടുതൽ ടേബിൾ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ. പക്ഷെ മുൻകൂട്ടി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇത് പ്രക്രിയ ആരംഭിക്കുമ്പോൾ നമ്മൾ ശരാശരി ഒരു സമയം കണക്കാക്കിയതാണ്. നാളെ ടിക്കാറാം മീണ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. നാളെ പോസ്റ്റൽ വോട്ട് എണ്ണിത്തീരാൻ 7-8 മണിക്കൂർ പിടിക്കും എന്നാണ്. അതായത് EVM എണ്ണിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരുപക്ഷേ അല്ല, മഹാഭൂരിപക്ഷവും പോസ്റ്റൽ വോട്ട് എണ്ണിത്തീരുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവസാന മിനിറ്റ് വരെ, അതായത് പോസ്റ്റൽ വോട്ട് EVM വോട്ടിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത് വരെ ആരും ഒരു ആഹ്ലാദ പ്രകടനവും നടത്തി കളഞ്ഞേക്കരുത് ദയവായി. ഈ മറ്റൊന്ന് സർ, ഈ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ മീഡിയയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതിന് ശേഷമാണല്ലോ ടെലിവിഷൻ വന്നത്. ടെലിവിഷൻ കാലം വന്നു, പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു. അപ്പോഴാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, ഇപ്പോൾ 8 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ 11 മണിക്ക് നമുക്ക് കേരളം ആരും ഭരിക്കുമെന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക്, അതായത് മീഡിയയ്ക്ക് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും തന്നിരുന്നു. ഇത്തവണ അതില്ല. അപ്പോൾ മീഡിയയ്ക്ക് ഈ വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞത് കുറേ ദിവസങ്ങളായി അങ്ങനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മീഡിയയുടെയിലൂടെയുള്ള വാർത്തകളും വൈകാൻ സാധ്യതയില്ല ആ നിലയ്ക്ക്. ഒരു ഡിലേവും ഉണ്ടാവില്ല. അത് നമ്മൾ ഈ പ്രാവശ്യം നേരത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറിൻ്റെ ഓഫീസിന് ട്രെയിൻഡ് ഉള്ള ഈ സോഫ്റ്റ്വെയറിലെ ഡെഡിക്കേറ്റഡ് ലൈൻസ് നിങ്ങൾ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എൻകോർ എന്നുള്ള സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് ലൈൻസ് തരാൻ ഉള്ള സൗകര്യം ഇല്ല. എന്നാലും ഞങ്ങളൊരു പ്രസ് റിലീസ് വഴി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ആ സൈറ്റിൽ നിന്ന് അവിടെ അപ്ലോഡ് ചെയ്ത ഫിഗേഴ്സ് റൗണ്ട് വൈസ് തീർച്ചയായിട്ടും ആ സൈറ്റ് പബ്ലിക് സൈറ്റാണ്, എല്ലാവർക്കും കിട്ടും. കൂടാതെ സ്റ്റേറ്റ് ലെവലിൽ ഒരു മീഡിയ സെന്റർ നമ്മൾ PRD വഴി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതായത് ജില്ലകളിലെ കൗണ്ടിംഗ് സെന്റേഴ്സിലും മീഡിയ സെന്റേഴ്സ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് യാതൊരു തടസ്സമില്ലാത്ത രീതിയിൽ, നേരത്തെ അത് ഇൻഡിവിജ്വൽ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ കിട്ടും, യാതൊരു പ്രശ്നമില്ല. അല്ല, ഈ പബ്ലിക് വെബ്സൈറ്റ് ഒക്കെ എല്ലാവരും ഒന്നിച്ച് ആക്സസ് ചെയ്താൽ അത് ഹാങ് ആവില്ലേ സാർ? പോകില്ല. അതിനുവേണ്ടി സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ അത് ചർച്ച ചെയ്തതാണ്. കാരണം ഈ ഭയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു തുടക്കത്തിൽ, താങ്കൾ പറഞ്ഞ കാര്യം. പക്ഷേ അതിനുവേണ്ടി എല്ലാ ഏർപ്പാടും നമ്മൾ സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെന്റ് അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ടാവില്ല. ഈ ട്രെൻഡ്സ് നല്ല സംവിധാനമായിരുന്നല്ലോ, അത് ഒഴിവാക്കാൻ എന്താ കാരണം? ഈ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് എൻകോർ എന്നുള്ള പുതിയ സോഫ്റ്റ്വെയർ ഇലക്ഷൻ കമ്മീഷന്റെ ആണ് ഉള്ളത്.
അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാക്കി നേരത്തെ ചെയ്തതുപോലെ ഇപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇതിപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഇതിനകം തന്നെ അങ്ങ് തന്നത് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് കൗണ്ടിംഗ് സ്റ്റേഷനും ഇത്തവണയുണ്ട്. സാധാരണഗതിയിൽ ഒരു നിയമസഭാ മണ്ഡലത്തിന് ആവറേജ് ഒരു കൗണ്ടിംഗ് സ്റ്റേഷൻ എന്നൊക്കെയാണ്. ഇപ്രാവശ്യം കോവിഡ് കാലം ആയതുകൊണ്ട് ഒരുപാട് കൗണ്ടിംഗ് സ്റ്റേഷനും ഉണ്ട്. കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷനേ ഉണ്ടാവില്ല. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നമ്മൾ വളരെ ശക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ പരിശീലനം കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും എല്ലാ പ്രൊസീജിയർ നോംസ് റെഗുലേഷൻസ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതാത് ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ അവിടെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒബ്സർവറുണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ ആറുമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു പ്രശ്നം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വളരെ സ്മൂത്തുമായിട്ട് ഇലക്ഷൻ നടക്കുന്ന രീതിയിൽ തന്നെ ഈ കൗണ്ടിംഗ് പ്രോസസ്സും വളരെ സ്മൂത്തുമായിട്ട് നടക്കും. ഒരു സംശയങ്ങൾക്കും എന്തെങ്കിലും ഒരു ആശങ്കക്കും യാതൊരു കാരണം ഇല്ല. That much I can assure you. അല്ല, കൺഫ്യൂഷൻ ഉണ്ടാകില്ല എന്ന് CEO പറയണം, എന്നാലല്ലേ കാര്യങ്ങൾ കൃത്യമായി നടക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം പോസ്റ്റൽ വോട്ട് ഇത്തവണ കൂടുതലാണ്. അത് എണ്ണാൻ 7 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ ഇതൊരു ആശയക്കുഴപ്പമായി മാറുമോ എന്നുള്ള സംശയം. പിന്നെ ഒരു അസംബ്ലി മണ്ഡലത്തിന് തന്നെ നിരവധി കൗണ്ടിംഗ് സ്റ്റേഷനുകൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ആശയക്കുഴപ്പം അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. സർ, അല്ല, ഒരു കൺഫ്യൂഷൻ ഇല്ല. നിങ്ങളുടെ മൈൻഡിൽ മാത്രമാണ് ഈ കൺഫ്യൂഷൻ. ഞങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ല. ഡോണ്ട് വറി. വി ആർ വെരി ഷുവർ ദാറ്റ് എവറിഥിങ് വിൽ ബി വെരി സ്മൂത്ത്. ആൻഡ് ഈ അഡീഷണൽ AROമാർ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാ ടേബിൾസിലെ അഡീഷണൽ AROമാർ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നമേ ഉണ്ടാകാൻ സാധ്യത ഇല്ല. ഒരു ഗവൺമെന്റ് ഫോർമേഷനുള്ള ഭൂരിപക്ഷം, അതായത് ഒരു ആബ്സല്യൂട്ട് മെജോറിറ്റിയിലേക്ക് സംസ്ഥാനം എപ്പോഴെത്തുമെന്ന് ഏതാണ്ട് എത്ര സമയത്തിനുള്ളിൽ നമുക്കറിയാൻ പറ്റും? Well, between 4 to 5 o'clock we will have clarity, because in some of the constituency like Malampura, പാലക്കാട്ടിലെ 24 റൗണ്ട്സ് ആണ് ഉള്ളത്. വടകരയിലെ 9 റൗണ്ട് ആണ്. അപ്പോൾ അവിടെ നേരത്തെ നമുക്ക് വ്യക്തത വരും. ചെറിയ നിയോജക മണ്ഡലം ആണെങ്കിൽ അവിടുത്തെ റിസൾട്ട് കുറച്ച് നേരത്തെ വരും. ഏകദേശം 7 നിയോജക മണ്ഡലങ്ങളിൽ 20 മേൽ റൗണ്ട്സ് ആണ് ഉള്ളത്. ശരാശരി 15 റൗണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൽ 140 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. പക്ഷേ ചില മണ്ഡലങ്ങളിലെ കൂടുതൽ റൗണ്ട്സ് ആയതുകൊണ്ട് അവിടെ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും. എന്നാലും 4-5 മണി വരെ നമുക്ക് ഒരു ചിത്രം, വ്യക്തമായിട്ടുള്ള ചിത്രം നമുക്ക് വരും. പക്ഷേ ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ ഡാറ്റ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ, രാത്രി വരെ മാത്രമേ നമുക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ സാധിക്കും. ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥികളും കൗണ്ടിംഗ് ഏജന്റുമാരും അവിടെ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള അട്ടിമറിക്കുള്ള സാധ്യത എത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നു? 100% സാക്ഷരമായിട്ടുള്ള ഈ സംസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഭാവന സൃഷ്ടികൾ ഒരു അടിസ്ഥാനമില്ലാതെ ചില ആൾക്കാരെ സൃഷ്ടിക്കുന്നത് നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഈ സംസ്ഥാനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഗതികേട് എന്തായിരിക്കും നിങ്ങൾ തന്നെ പറയണം. ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കാനേ പാടില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംശയങ്ങൾ അടിസ്ഥാനമില്ലാതെ ഒരു യുക്തിയുമില്ലാതെ ആൾക്കാരെ സൃഷ്ടിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ജനങ്ങളുടെ മനസ്സിൽ അനാവശ്യമായിട്ട് ഈ സംശയങ്ങൾ സൃഷ്ടിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ചെയ്യാനേ പാടില്ല. ഉത്തരവാദിപ്പെട്ട ആൾക്കാരെ അങ്ങനെ ഒരു കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല. അല്ല, പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് സ്ഥാനാർത്ഥികളും കൗണ്ടിംഗ് ഏജന്റുമാരും അവിടെ ഉണ്ടാകണമെന്ന്. അപ്പോൾ ആളുകളൊക്കെ കൂടാനും സാധ്യതയുണ്ട്. അതായത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ കുറച്ച് ആളെ ഒഴിവാക്കണം എന്നാണ് പറയുന്നതെങ്കിലും ആൾ കൂടാനും സാധ്യതയുണ്ട് നാളത്തെ പ്രത്യേക സാഹചര്യത്തിൽ. Not at all. We have made very strong police arrangements, security arrangements. ഈ സംസ്ഥാനത്തിലെ ആൾക്കാരെ നിയമം പാലിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും
ഏറ്റവും കൂടുതൽ കംപ്ലയൻസ് ലെവൽ ഓഫ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് അതോറിറ്റീസ് ആർ ഇൻ ദിസ് സ്റ്റേറ്റ് ഓൺലി, നോട്ട് ഇൻ അതർ സ്റ്റേറ്റ്സ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ നിയമവാഴ്ച, ചിലപ്പോൾ ലോ ആൻഡ് ഓർഡർ, ചിലപ്പോൾ ഹൂലിഗനിസം, ചിലപ്പോൾ മറ്റു രീതിയിലെ ആൾക്കാരെ അത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൽ അങ്ങനെ നേരത്തെയും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ സാധ്യതയില്ല, സംഭവിക്കുകയില്ല. ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാൽ ശക്തമായിട്ടുള്ള നടപടികൾ വരും. ഇനിയിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മറുപടി പറയാനാവുമോ എന്നൊന്നും എനിക്കറിയില്ല. ആരാണ് നാളെ അധികാരത്തിൽ വരാൻ പോകുന്നത് സർ? ഞാൻ എന്ത് പറയും അതിനുവേണ്ടി? അതിനുവേണ്ടി എനിക്കൊന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല. എൻ്റെ ജോലി ഈ സുതാര്യമായിട്ട്, നിഷ്പക്ഷമായിട്ട്, നീതിപൂർവമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കണം എന്നേ ഉള്ളൂ. ഏത് സർക്കാർ വരും, ഏത് വരുന്നില്ല, ഏത് പാർട്ടി ജയിക്കും, ഏത് പാർട്ടി ജയിക്കില്ല, അത് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അത് നാളെ വരെ നമുക്ക് കാത്തിരിക്കാം. എന്നാലും സാറിനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്ക് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പാർട്ടിയുമായി എനിക്ക് ബന്ധവുമില്ല, അമിതമായിട്ടുള്ള സ്നേഹമില്ല, അമിതമായിട്ടുള്ള വൈരാഗ്യമില്ല. എല്ലാവരെയും ഞാൻ സമദൂരം പാലിച്ചുകൊണ്ട് തുല്യ രീതിയിൽ നോക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ സംസ്ഥാനത്തിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ നല്ല ബഹുമാനം, നല്ല ആശീർവാദം, നല്ല അനുഗ്രഹം എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ആര് ഭരിച്ചാലും ഞാൻ എൻ്റെ ജോലി സത്യസന്ധമായിട്ട് നേരത്തെയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യും. നിങ്ങളെല്ലാവരുടെ ആശീർവാദം എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വിശ്വസിക്കുന്നത്. ജനങ്ങളോടും നിങ്ങളെല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ എക്സിറ്റ് പോൾ എല്ലാം പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ്. നോ കമന്റ് ഓൺ ദാറ്റ്. ഐ വിൽ നോട്ട് കമന്റ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഈ ഭരണകൂടവുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണല്ലോ. മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ അഭിപ്രായം സാർ? No comment about any political leaders. No comment about any political. മുഖ്യമന്ത്രി മാത്രമല്ല, പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് പുലർത്തിയിട്ടുള്ളത് എല്ലാ കാലഘട്ടത്തിലും. I have relations, good relations with all the leaders. I have full respect for them, and they have very good respect for me. And I am proud of this tradition in Kerala, which has been maintained. വളരെ നന്ദി ടിക്കാറാം മീണ IAS എഡിറ്റേഴ്സ് അവറിൽ സഹകരിച്ചതിന്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കിട്ടിയതിൽ ഒരുപക്ഷെ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, നമുക്ക് നാളെ ഇപ്പം 4,50,000 പോസ്റ്റൽ വോട്ടുകളാണുള്ളത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഒരു ഹാളിൽ. സാധാരണഗതിയിൽ എന്താണ്, വിവിധ ടേബിളുകൾ ഉണ്ടാകും. ഒന്ന് EVM എണ്ണും, വേറൊന്ന് പോസ്റ്റൽ വോട്ട് എണ്ണും. എത്രയാ പോസ്റ്റൽ വോട്ട് സാധാരണഗതിയിൽ ഉണ്ടാവുക? ഒരു 500-ൽ താഴെ പോസ്റ്റൽ വോട്ടുകളാണ് ഉണ്ടാവുക. അത് നാമമാത്രമായതുകൊണ്ട് ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാകാറില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? EVM ഒരു സ്ഥലത്ത് നിന്ന് എണ്ണുന്നു, പോസ്റ്റൽ വോട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് എണ്ണുന്നു. എന്നിട്ട് അവസാനം പോസ്റ്റൽ വോട്ട് EVM എണ്ണിക്കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിയുക. അപ്പോൾ അത് എണ്ണിക്കഴിഞ്ഞിട്ട് വേണം EVM-ഉമായിട്ട് ആഡ് ഓൺ ചെയ്യാൻ. അത് നമ്മൾ രാവിലെ പറയുന്ന ഇന്നയാൾ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള അവസ്ഥയൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ പോസ്റ്റൽ വോട്ട് എണ്ണി അത് EVM-ഉമായി കൂട്ടിച്ചേർക്കുമ്പോൾ വലിയ കൺഫ്യൂഷൻ ആയിരിക്കും ഒരുപക്ഷെ വരാൻ പോകുന്നത് നാളെ. അത് ശരിയാണ്. പക്ഷേ അത്തരം കൺഫ്യൂഷനൊക്കെ ബാധിക്കുക വളരെ നേരിയ മാർജിനിൽ ചില മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ PJ ജോസഫ് ജയിച്ച മണ്ഡലം, മോൻസ് ജോസഫ് ജയിച്ച മണ്ഡലം, അവിടെയൊക്കെ വലിയ 20, 25, 40,000 വോട്ടൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അവിടെ 1000-ഓ 1500-ഓ നമ്മൾ നാളെ ഇപ്പം ശ്രീ ജേക്കബ് ജോർജ് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മളൊരു 10-ഓ 40-ഓ മണ്ഡലങ്ങളായിരിക്കും മാക്സിമം നമ്മൾ നോക്കുക. ബാക്കി 100 മണ്ഡലങ്ങളിൽ നമുക്ക് ആര് ജയിക്കും തോൽക്കും എന്നത് സംബന്ധിച്ച് അറിയാം. താങ്കൾ പറയുന്നത് പോലെ വലിയ ഭൂരിപക്ഷത്തിൽ, അത് താങ്കൾ ഈ പറയുന്നതല്ല കേട്ടോ, ഒരുപക്ഷെ തൊടുപുഴയൊക്കെ നാളെ ഫൈറ്റ് വന്നേക്കാം. അതിലൊക്കെ നാളെ ഫൈറ്റ് വരും. അവിടെയും ഫൈറ്റ് ഉണ്ട്. അല്ല, എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ നോക്കുന്ന ഒരു 10-ഓ 30-ഓ 40-ഓ മണ്ഡലങ്ങൾ, അതായത് ഭരണം ആർക്ക് എന്ന് തീരുമാനിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ഈ 1000 മുതൽ 3000 വരെയുള്ള ഭൂരിപക്ഷത്തിലാണ്. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോസ്റ്റൽ വോട്ടിനകത്താണുള്ളത്.
അതെ, അതിന്റെയൊക്കെ അന്തിമ ഫലം വരിക ഏറ്റവും അവസാന ഭാഗത്തായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് കഴക്കൂട്ടത്തെ ത്രികോണ മത്സരം, തിരുവനന്തപുരത്ത് തന്നെ നേമത്തുള്ള മത്സരം, അവിടെയൊക്കെ വലിയ പ്രശ്നമാവാം. ഇതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോഴത്തേക്ക് 3 സ്ഥാനാർത്ഥികളും അവസാനം വരെയും ഏറെക്കുറെ നേരിയ വ്യത്യാസത്തിൽ മുന്നിൽ നിൽക്കും. അപ്പോൾ തപാൽ വോട്ട് ഓരോ വോട്ടും പ്രധാനപ്പെട്ടതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ താമസിക്കുന്ന മത്സരങ്ങൾ ഏറെ ഉണ്ടാവും. അത് തീർച്ചയാണ്. അങ്ങനെ മൊത്തം കേരളത്തിന്റെ ഫലം വരാൻ താമസിക്കും. നമുക്ക് ലീഡ് നിലവാരം അറിയാം എന്നതിൽ കവിഞ്ഞ് ആത്യന്തികമായ ഫലം അറിയാൻ കുറെ താമസിക്കും. പിന്നെ ഇടതു മുന്നണിക്കോ ഐക്യജനാധിപത്യ മുന്നണിക്കോ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഭൂരിപക്ഷം കണ്ടുപിടിക്കാൻ പ്രയാസവുമില്ല താനും. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ഒരു 5000-ന് മേലെ പോസ്റ്റൽ വോട്ടുള്ള ഇടങ്ങളിൽ ആരാണ് വിജയി എന്നറിയാൻ അവസാനം EVM എണ്ണിക്കഴിഞ്ഞ് ഒടുവിൽ ഇതുകൂടി ചേർക്കുമ്പോൾ മാത്രമേ അറിയാനാകൂ. അഡ്വക്കേറ്റ് അനിൽകുമാർ, എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ സാഹചര്യമുണ്ട്. പക്ഷെ ഇത്തവണ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കൂടുതലാണ്. 80 വയസ്സിന് മേലിലുള്ളവർക്ക് പോസ്റ്റൽ വോട്ട് എന്ന സാഹചര്യം വന്നതോടുകൂടി കൂടുതൽ പോസ്റ്റൽ വോട്ടുകളുണ്ട്. ഒരു അസംബ്ലി മണ്ഡലത്തിൽ ശരാശരി 3000-ലേറെ പോസ്റ്റൽ വോട്ടുകൾ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ 140 മണ്ഡലങ്ങൾ വരുമ്പോഴാണ് 4,50,000-ഓളം പോസ്റ്റൽ വോട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. ഇവിടെ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആദ്യത്തെ 7 ടേബിളുകൾ അത് പൂർണ്ണമായും പോസ്റ്റൽ വോട്ടിന് മാത്രമാണ്. ആദ്യത്തെ 7 ടേബിളുകൾ പോസ്റ്റൽ വോട്ടിന് മാറ്റിവെച്ച ശേഷം പിന്നീടുള്ള 21 ടേബിളുകൾ, 7 ടേബിളുകളുടെ 3 സെറ്റ് 21 ടേബിളുകൾ ഒരുമിച്ച് കൗണ്ട് ചെയ്യുന്നത് EVM മെഷീനുകളിലാണ്. അതിനർത്ഥം ഒരേ സമയം 21 മെഷീൻ ഇത് എണ്ണിക്കൊണ്ടിരിക്കും. 21 ബൂത്തുകളുടെ എണ്ണം ഒരു സമയത്ത് നടക്കും. ഇങ്ങനെയാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അവസാന റൗണ്ട് വരുമ്പം അവസാനത്തെ EVM-ന്റെ റൗണ്ട് വരുന്ന സന്ദർഭത്തിലാണ് പോസ്റ്റൽ വോട്ട് പൂർത്തിയാക്കിയ ശേഷമേ ലാസ്റ്റ് റൗണ്ട് എണ്ണാൻ പാടുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ചട്ടം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേ ചട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി പോസ്റ്റൽ വോട്ട് എണ്ണി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ലാസ്റ്റ് റൗണ്ട് കൗണ്ടിങ് പാടുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൂർണ്ണമായ ഫലം ലഭിക്കണമെങ്കിൽ പോസ്റ്റൽ വോട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ പോസ്റ്റൽ വോട്ട് പൂർത്തീകരിക്കാൻ മറ്റേത് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ കൗണ്ടിങ് ടേബിളുകൾ 7 ടേബിളുകൾ വീതം ഒരു മണ്ഡലത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് വളരെ വേഗം ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ. അല്ല, അല്പം മുമ്പ് ശ്രീ ടിക്കാറാം മീണ പറഞ്ഞത് 7-8 മണിക്കൂർ പിടിക്കുമെന്നാണ്. അതായത് EVM-ന്റെ ലാസ്റ്റ് റൗണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഏതാണ്ട് ഒരു 12 മണിക്കൂർ 1 മണിക്കൊക്കെ സാധാരണഗതിയിൽ സാധിക്കില്ലേ? ഇത് 7-8 മണിക്കൂറാണെങ്കിൽ EVM-ന്റെ ആ ലാസ്റ്റ് റൗണ്ടും വെച്ചുകൊണ്ട് കാത്തിരിക്കേണ്ടി വരുന്നതാണോ? ഇല്ല, അത്രയില്ല. കാരണം ആദ്യത്തെ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പരിണതപ്രജ്ഞരായ ഉദ്യോഗസ്ഥന്മാരാണ് എണ്ണുന്നത്. അവർ വേഗത്തിൽ വരും. സ്വാഭാവികമായി 7 ടേബിളുകൾ ഉള്ളത് കൊണ്ട് കൗണ്ടിങ് ഒരു 500 ബാലറ്റ് പേപ്പർ മാത്രമാണ് ഒരു ടേബിളിൽ എണ്ണേണ്ടി വരിക. അത് ഈ സമയത്ത് എണ്ണി തീർക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, എത്രയോ പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കുള്ളത്. ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരാളെന്ന ശരി, ദയവായി തുടരുക. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, നിങ്ങൾ ഈ പോസ്റ്റൽ വോട്ടിനെ കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ടോ? ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5000-ലേറെ പോസ്റ്റൽ വോട്ട് വരികയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച ഒരു വ്യക്തത UDF-നുണ്ടോ? ഞങ്ങൾക്ക് വ്യക്തതയൊക്കെ ഉണ്ട്. ഈ എല്ലായിടത്തും 7 ടേബിൾ ഇല്ല. ഇപ്പൊ 2000 വോട്ടാണ് ഒരു കോൺസ്റ്റൻസി പോസ്റ്റ് വോട്ട് ഉണ്ടെങ്കിൽ അവിടെ 4 ടേബിളേ ഉണ്ടാവുള്ളൂ. 2500 5 ഉണ്ടാവും. അങ്ങനെയാണ് ടേബിൾ ഇട്ടിരിക്കുന്നത്. മാക്സിമം 7ആണ്. ഇപ്പൊ ഞാൻ കൊച്ചിയിലൊക്കെ 5 ഉള്ളു, എറണാകുളത്തൊക്കെ 4 ഉള്ളെന്ന് പറഞ്ഞു ഈ പോസ്റ്റ് വോട്ട്. അപ്പൊ 500 വോട്ട് ഉള്ള ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാവും. അത് 2500 5 വരെ വരാം, അതിന്റെ മുകളിൽ 7 വരെ വരാം, അങ്ങനെ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് പോസ്റ്റ് വോട്ട് വന്നപ്പോൾ നേരത്തെ പോസ്റ്റ് വോട്ട് 10, 200, 300 ഉണ്ടാവുള്ളൂ. അത് പെട്ടെന്നുണ്ട്. പോസ്റ്റ് വോട്ട് നോക്കേണ്ട ഒരു കാര്യം, ഈ 2 തരം പോസ്റ്റ് വോട്ടുണ്ട്. ഒന്ന് ഈ 80 വയസ്സ് കഴിഞ്ഞവർക്കും അതുപോലെ അവരുടെയൊക്കെ ഒഴിൽ പോയി വോട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടാണെങ്കിൽ അത് വേറെ തരത്തിലാണ് വരുന്നത്. അവർക്ക് ഡിക്ലറേഷൻ ഒപ്പിടണം, അത് വേറെ കവറിലിടണം, അങ്ങനെ ചില സിസ്റ്റമുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ഏജൻസിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വല്പം ടൈം എടുക്കും. എന്തുകൊണ്ടെന്നാൽ ഈ ടിക്ക് അല്ലെങ്കിൽ ആ കോളത്തിൽ എവിടെയെങ്കിലും ഒന്ന് ടിക്ക് മാർക്കോ ഇൻഡു മാർക്ക് ചെയ്യാതെ വാലിഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് അടുത്തൊരു സ്ഥാനാർത്ഥിയുടെ കോളത്തിലേക്ക് 10-ലധികം പോയാൽ
അത് തർക്കമാവും. അത് പിന്നെ 6 ടേബിൾ പോയി ചേർക്കാറുണ്ട്. ഞാൻ 96 ഞങ്ങളുടെ ഇലക്ഷന് ഒരു കാലത്ത് കൗണ്ട് കൊണ്ട് പിറ്റേ ദിവസം 8 മണിക്കകത്ത് ദിവസം ഈ തർക്കമാണ്, ഓരോ വോട്ട് തർക്കമാണ്. അപ്പൊ അതുപോലെ 2-3 വോട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തർക്കങ്ങൾ ഒരു എണ്ണുന്ന ടേബിൾ തർക്കം ഉണ്ടെങ്കിൽ പിന്നെ തീർക്കുന്ന 6 ടേബിളാണ്. അതും ഡിലേ വരാറുണ്ട്. അപ്പൊ ഡിലേ വരുന്നുള്ള സംശയമൊന്നുമില്ല. പിന്നെ ഉള്ളത് ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ അകത്ത് കുറെ കൂടെ നിഷ്പക്ഷമായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തർക്കങ്ങൾ കുറയും. ഇന്ന് രമേശ് ചെന്നിത്തല പറയേണ്ടായി കൗണ്ടിംഗ് സ്റ്റേഷനിലെ സ്ഥാനാർത്ഥികൾ തന്നെ പോകണം, കൗണ്ടിംഗ് ഏജന്റുമാർ മാത്രം പോരാ എന്ന്. എന്ത് അട്ടിമറിയാണ് രമേശ് ചെന്നിത്തല വിചാരിക്കുന്നത്? അതിന്റെ എല്ലാ സ്ഥാനാർത്ഥികളോട് അറിയാം ഉദ്ദേശിച്ചത് ഇതാണ്, ഈ പോസ്റ്റ് വോട്ട് കാര്യത്തിലാണ്. ഇപ്പൊ 5 ടേബിളുള്ള പോസ്റ്റ് വോട്ട് അവിടെ ഇടുമ്പോഴേക്കും തർക്കം വരുന്നു. തർക്കം വന്നാൽ ചെയ്യേണ്ടത് എന്താ? അത് 6 ടേബിളിലേക്ക് പോകണം. 6 ടേബിളിൽ അപ്പോൾ ഫൈനലൈസ് ചെയ്യുമ്പോഴേക്കും സ്ഥാനാർത്ഥി അവിടെ വേണം. ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആർഗ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. 6 ഫൈനലാണ് അവിടെ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് സ്ഥാനാർത്ഥി തന്നെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമല്ലോ. അഡ്വക്കേറ്റ് അനിൽകുമാർ, അങ്ങനെ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് UDF. ഇന്നിപ്പോൾ UDF എക്സിറ്റ് പോളിനെ കാണുന്നത് പോലും അങ്ങനെയാണ്. ഈ പ്രീ പോളും എക്സിറ്റ് പോളും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും UDF മരവിച്ചു പോകുമല്ലോ. അതുകൊണ്ടാണ് ഇന്നലെ ഇന്നുമായി രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇതെല്ലാം വെറും തട്ടിപ്പ് സർവേകളാണ്, അതുകൊണ്ട് ഇതിലൊന്നും വിശ്വാസം അർപ്പിക്കരുത്. നിങ്ങൾ കൗണ്ടിംഗ് ഏജൻറ്റുമാരും സ്ഥാനാർത്ഥികളും തന്നെയും കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ പോകണം, അവിടെ വലിയ നിലയിലുള്ള അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് എന്ന്. ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നതനുസരിച്ച് മുൻകാലങ്ങളിൽ തന്നെ പിറ്റേ ദിവസം പുലർച്ചെ വരെ ചില തർക്കങ്ങൾ നീണ്ടിട്ടുണ്ട് എങ്കിൽ അത് 400-500 വോട്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ 5000 വോട്ടുള്ള ഇത്തവണ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി പുറത്തു വന്നൊരു ഫലമുണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില്. ആ തെരഞ്ഞെടുപ്പില് ഇതേപോലെ തന്നെ പോസ്റ്റൽ വോട്ട് ഉണ്ടായിരുന്നു. ആ പോസ്റ്റൽ വോട്ടുകൾ പരിശോധിക്കുകയും തർക്കങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പോസ്റ്റൽ വോട്ട് ഒരിക്കൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇന്റൻഷൻ ഓഫ് ദി വോട്ടർ എന്ന് മനസ്സിലാക്കണം. അതതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ആ ഇന്റൻഷൻ ഏതാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുന്നതിന് 1 മിനിറ്റോ 2 മിനിറ്റോ സമയം ആവശ്യമുള്ളൂ. അത് സ്ഥാനാർത്ഥി വന്ന് തർക്കിച്ചാലേ നന്നാവൂ എന്ന് പറയുമ്പം അത് ആത്മവിശ്വാസത്തിന്റെ കുറവാണ്. ഞങ്ങൾക്കൊന്നും ഇക്കാര്യത്തിൽ ആത്മവിശ്വാസ കുറവില്ല. 101 സീറ്റിലെ LDFന് വലിയ വിജയം കിട്ടിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ പോസ്റ്റൽ വോട്ടുള്ളതാണ്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒരു മണ്ഡലത്തിൽ ഈ 4,50,000-ന് മേല് പോസ്റ്റൽ വോട്ട് ഉണ്ടായിരുന്നോ? അല്ല, അതിന്റെ പകുതിയോളം പോസ്റ്റൽ വോട്ടുകൾ നമ്മുടെ എല്ലാ കേരളത്തിലാകെ ഉണ്ടായിരുന്നു. ഇത്തവണ വന്ന മാറ്റം എന്ന് പറയുന്നത് 80 വയസ്സിന് മേലുള്ളവർക്ക് പോസ്റ്റൽ വോട്ട്. അതാ പറഞ്ഞത്, അതാണ് കൂടുതൽ. മറ്റത് ആകെ ചേർത്താൽ 2 ലക്ഷമേ ഉള്ളൂ. ഇപ്രാവശ്യം 80 വയസ്സിന് മുകളിലുള്ളവരുണ്ട്, ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യാമെന്നുണ്ട്, കോവിഡ് ബാധിച്ചവർക്ക് വോട്ട് ചെയ്യാമെന്നുണ്ട്. നേരത്തെ അത് കോവിഡ് ബാധിച്ചവർക്കും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു സംവിധാനം ഉണ്ടാക്കി. ഒരു ടേബിളിൽ 500 എണ്ണം എണ്ണുക. അത് ഡൊമിനിക് സാർ പറയുന്നത് ശരിയാണ്. 3000 ഞാൻ ശരാശരി 3000 പറഞ്ഞു. 7 ടേബിൾ എന്ന് പറയുന്നത് 3000-ന് മേലെയുള്ള 7 ടേബിളാവും. അതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഒരു 500 പോസ്റ്റലോട്ട് ഒരു ശരി. ആ കൺഫ്യൂഷനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷേ നാളെ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടേബിളിൽ ഇരുന്ന് ഇലക്ഷൻ അനൗൺസ് ചെയ്യുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ എന്ന് പറയുന്നത് EVM-ലെ ഡാറ്റ മാത്രമായിരിക്കും. അത് ചിലപ്പോൾ സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 1000 മുതൽ 3000 വരെയൊക്കെ ആയിരിക്കും ഒരു മത്സരമുള്ള മണ്ഡലത്തിലെ ലീഡെന്ന് പറയുന്നത്. പെട്ടെന്ന് അവസാന റൗണ്ടിൽ പോസ്റ്റൽ വോട്ട് വരുന്നു. ആ പോസ്റ്റൽ വോട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയാണ് കൂടുതലായി സഹായിക്കുന്നതെങ്കിൽ ഒറ്റയടിക്ക് സമ്മർസോൾട്ടാണ് റിസൾട്ട്. അങ്ങനെയൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യത്തെ കുറിച്ച് ആരും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള സർവേകൾ വ്യക്തമാക്കുന്നത്. പിന്നെ ഇതെല്ലാം ടെലികാസ്റ്റ് അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അട്ടിമറിയൊന്നും നടക്കൂല. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 100 സീറ്റില് LDF മുന്നിൽ വന്നത് പഞ്ചായത്തും കോർപ്പറേഷനും എല്ലാം കിട്ടിയത് അട്ടിമറി കൊണ്ടാണ്. അല്ല, ഞാൻ നിങ്ങൾ അട്ടിമറി നടത്തുന്നു പറയുന്നില്ല.
പക്ഷേ അതിപ്പോ യു ഡി എഫിനാണ് കൂടുതൽ പോസ്റ്റൽ വോട്ട് കിട്ടുന്നതെങ്കിൽ ഇത് LDF-നും സംഭവിക്കും. നിങ്ങൾ അത് ആലോചിച്ചോളണം. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല, ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഇവിടെ ഒരു അട്ടിമറിയുടെ സഹായമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടതാണ്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു തന്നെയാണ് പോകുന്നത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മുൻകൂറിയായി അട്ടിമറി എന്ന് പറയേണ്ട യാതൊരു കാര്യവുമില്ല. മാത്രമല്ല, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമാണ്. അതേസമയം പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ അക്കാര്യത്തിലൊക്കെ എല്ലാവർക്കും നല്ല വ്യക്തമുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, പോസ്റ്റൽ വോട്ട് ആയിരിക്കും സ്റ്റാർ നാളെ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എന്താ പോസ്റ്റൽ വോട്ടായിരിക്കും നാളത്തെ സ്റ്റാർ. തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത മഹാശക്തിയായിട്ട് ഈ പോസ്റ്റൽ വോട്ട് വരും. എല്ലായിടത്തും വരണമെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഒരു കോൺഫറൻസിൽ 2000 പോസ്റ്റ് ടോട്ടൽ ഇമാജിൻ ചെയ്യാം. അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു 3000-4000 ലീഡ് ഉണ്ടെങ്കിൽ ഇതിന് പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? ഇപ്പൊ 2000 പോസ്റ്റ് വോട്ടുണ്ട്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് 4000 വോട്ട് ലീഡ് ഉണ്ടെങ്കിൽ ഈ 2000 വോട്ട് അപ്പുറത്ത് പോയാൽ പോലും ഞങ്ങൾ ജയിക്കില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് വരുന്ന എവിടെ എന്നറിയോ? അങ്ങ് പറഞ്ഞ കറക്റ്റാണ്. ഈ പോസ്റ്റൽ വോട്ടിന്റെ പഴുവിയാൽ അതിനേക്കാൾ താഴെ ലീഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരാം. ഒരുമാതിരി ഒരു 4000 വോട്ട് ലീഡ് ഉള്ളിടത്ത് പ്രസക്തം ആവില്ല. ആ വോട്ട് മുഴുവൻ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു കഴിഞ്ഞു. ജേക്കബ് ജോർജ് പറഞ്ഞു കഴിഞ്ഞു, ഞാനത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ സാധാരണഗതിയിൽ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1000-2000-ത്തിലാണ് കളി. അത് ശരി, അങ്ങനെയുള്ളടത്ത് പ്രശ്നമാണ്, ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസി പ്രശ്നമാണ്. അപ്പൊ വളരെ കെയർഫുൾ ആവണം. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? ഈ പോസ്റ്റൽ വോട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട്, ഈ പോസ്റ്റൽ വോട്ട് ആർക്കൊക്കെയാണ് കിട്ടുന്നത്, അതൊക്കെ കൃത്യമായി വെരിഫൈ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഇനി പോസ്റ്റൽ വോട്ട് വാങ്ങിയിട്ട് ഒരാൾക്ക് പോസ്റ്റൽ വോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന പോസ്റ്റൽ വോട്ട് അവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടോ UDF? ഇത് അതുകൊണ്ട് അങ്ങനെയല്ല സിസ്റ്റം എന്ന് പറയുന്നത്. 80 കഴിഞ്ഞവർക്ക് നമ്മുടെ കയ്യിൽ വോട്ട് കിട്ടില്ല. അവിടെ ഒരു പോലീസ് ഓഫീസറും ഒരു പോളിംഗ് ഓഫീസറും വില്യം പോയിട്ട് അദ്ദേഹത്തെ കൊണ്ട് വോട്ട് ചെയ്യിച്ചിട്ട് അത് മടക്കി അവർ പ്രത്യേക ബോക്സിലാക്കി അവർ കൊണ്ടുപോവാണ്. നിങ്ങൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതിനെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇറങ്ങാറുള്ളത്, അല്ലെങ്കിൽ കേഡർ പാർട്ടികളാണ് ഇറങ്ങാറുള്ളത്. കോൺഗ്രസ് ഇറങ്ങാറുണ്ടോ? എന്താ ഞങ്ങൾ അത്ര മോശക്കാരാണോ? ഞങ്ങൾ കേരളത്തെ ജയിച്ചൊക്കെ ചെയ്യാനിട്ടാണോ? ഞങ്ങൾ മോശക്കാരല്ല, ഞങ്ങൾ ജയിച്ചിട്ടില്ല. നാളെ കരയരുത്. ഇല്ലില്ല, ജനവിധി അംഗീകരിക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങള്. അതിന് തർക്കമുള്ളത്. ഇവിടെ 19 സീറ്റ് ജയിച്ച് തോറ്റപ്പെടുന്ന CPM പറഞ്ഞെന്താ? അവർ ജനവിധി അംഗീകരിച്ചു. അവർ ജനവിധിയെ ഞങ്ങൾ അംഗീകരിക്കും. അപ്പൊ അതുകൊണ്ട് പോസ്റ്റൽ വോട്ടിൽ ഒരു വലിയ കള്ളക്കളി നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ കെയർഫുൾ ആവണം. ഈ എണ്ണുമ്പോഴൊരു പ്രശ്നമുണ്ട്. ഇത് ഈ 500 വോട്ട് ബണ്ടിലാക്കി വെക്കുമ്പോഴേക്കും അത് ചെയ്യുന്ന വെച്ചാൽ എണ്ണി കഴിയുമ്പോൾ ഓരോരുത്തർ സോർട്ട് ചെയ്യും. ഇപ്പൊ LDF-ന്റെ സ്ഥാനാർത്ഥിയുടെ വോട്ട് ഒരു ബണ്ടിൽ, പണ്ടുള്ള സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ 25 വോട്ട് 50 വോട്ട് ബണ്ടിലാക്കിയാണ്. അപ്പൊ ആ ബണ്ടിലെ കുറച്ച് എഴുതി വെക്കുവാര്. ഇപ്പൊ വേണമെങ്കിൽ പറ്റിക്കാവുന്നത്, ഇപ്പൊ 25 വോട്ട് ഞങ്ങളുടെ വോട്ടാണെങ്കിൽ ബണ്ടിന്റെ പോലെ സ്ലിപ്പ് മറ്റവരുടെ എഴുതി കഴിഞ്ഞാൽ അത് പ്രശ്നം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആണെന്ന് മാത്രമേ. ബണ്ടിന് മാറിയ സംഭവം പക്ഷെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതൊക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. കൃത്യമായി അവിടെ പോകുന്നവരൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് വോട്ടിൽ പോകുന്നവർക്ക് പ്രത്യേക ക്ലാസ് കൊടുത്ത് മാത്രമല്ല കുറെ കൂടെ സീനിയേഴ്സിലെ എക്സ്പീരിയൻസ് ഞങ്ങൾ അങ്ങോട്ട് അയച്ചിരിക്കുന്നത് പോസ്റ്റ് വോട്ട് എന്നാൽ. ശരി, ഷേൽകുമാർ, 101 എന്നത് എന്തടിസ്ഥാനത്തിൽ? അല്ല, കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ചിട്ടാണ് 101 മണ്ഡലങ്ങളിൽ LDF-ന് ഭൂരിപക്ഷം ഉണ്ട് എന്ന് കണ്ടെത്തിയത്, വോട്ടിന്റെ കണക്കടിസ്ഥാനം. അതിനുശേഷം പറഞ്ഞോളൂ, കേൾക്കാം. 101 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ആ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം കേരളത്തിൽ വന്ന പുതിയ അനുഭവങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൂടുതൽ ശക്തി തരുന്നതാണ്. മുന്നണി വിപുലീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കരുത്തോടുകൂടി LDF-ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യം സ്വീകാര്യമായെന്നും ആ മുദ്രാവാക്യം മുന്നോട്ട് പോയെന്നും ഇന്നലെ ശ്രീ NK പ്രേമേന്ദ്രൻ MP ചാനലിൽ പറയുന്നത് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഉറപ്പ്, ക്ഷേമത്തിന്റെ ഉറപ്പ്, വികസനത്തിന്റെ ഉറപ്പ്, മതനിരപേക്ഷ സ്വസ്ഥ ജീവിതത്തിന്റെ ഉറപ്പ്, ഇത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു.
കൂടുതൽ കരുത്തുറ്റ മുന്നണി ഇതാണ്, വിശ്വസിക്കുന്ന മുന്നണി ഇതാണ്. ഈ കോവിഡ് പോലുള്ള പ്രതിസന്ധിയുടെ കാര്യത്തിൽ രക്ഷാബോധം കേരളത്തിലെ LDF-ലാണ് ജനങ്ങൾക്കുള്ളത്. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ LDF-നെ കൂടുതൽ ആശ്രയിക്കാൻ കാരണം. അപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ എടുത്തു കാണിക്കാവുന്ന നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് BJP ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള തെറ്റായ നയങ്ങൾക്കെതിരായി കരുത്തുറ്റ നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 19 UDF MP-മാർ പോയെങ്കിലും അവരെ ഇന്ത്യ രാജ്യത്തിന് ബദലായി നിൽക്കുന്നത് നമ്മൾ കണ്ടില്ല. അപ്പം ആ പരാജയം, 19 MP-മാരുടെ പരാജയം, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പരാജയം, UDF-ന്റെ പരാജയം, ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ UDF-നോടുള്ള വിരക്തിയായി മാറുകയും അവർ ഇടതുപക്ഷത്തെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഈ പൊതു പശ്ചാത്തലമാണ് ഇടതുപക്ഷം ഇപ്പോൾ 100 സീറ്റിൽ നിന്നും ഇനിയും മുന്നോട്ട് വന്നു എന്ന ഒരു അനുഭവം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സർവേ ഫലങ്ങൾ വരുന്നത്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു വാക്കുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഏതെങ്കിലും പോസ്റ്റലോട്ടിനെ സംബന്ധിച്ച് UDF ഇന്നലെ വരെ ഒരു പരാതി എവിടെ ഉന്നയിച്ചിട്ടില്ല. ഈ പോസ്റ്റ് പോൾ സർവേ വന്ന ശേഷമാണ്, സർവേ ഫലങ്ങൾ വന്ന ശേഷമാണ് അത് സ്ഥാനാർത്ഥികൾ കൗണ്ടിംഗ് സ്റ്റേഷൻ പോകണമെന്ന് പറഞ്ഞത്. ഇതുവരെ ഇല്ലാത്തൊരു പുതിയ പരാതിയാണ്. മരവിച്ചു പോകുമോ എന്ന് കരുതിയിട്ടായിരിക്കും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. നാളെ ഇപ്പോ ഈ കൗണ്ടിംഗ് ഏജന്റുമാർക്കൊക്കെ പോകാനൊരു മടി വേണ്ട എന്ന് വിചാരിച്ചിട്ടൊരു ആത്മവിശ്വാസം കൊടുത്തായിരിക്കും. അതെ, അത് ഒരു കാര്യത്തിൽ വ്യക്തത വേണം. ഏപ്രിൽ മാസം 30-ാം തീയതി തീർന്ന, മാർച്ച് 30-ാം തീയതി തീർന്നതാണ് ഈ പോളിംഗ് പരിപാടി. 80 വയസ്സിന് മേലെയുള്ളവരുടെ പോളിംഗ് മാർച്ച് 31-ന് അവസാനിച്ചാണ്. ഇപ്പൊ ഏതാണ്ട് ഒരു മാസമായില്ലേ, ഇതുവരെ പരാതി ഇല്ലല്ലോ. പോസ്റ്റലോട്ടെന്ന് പറയുന്നത്, ഈ സർക്കാർ ജീവനക്കാരുടെ പോസ്റ്റലോട്ടെന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. അതൊരു മണ്ഡലത്തിൽ 100-600 വരുള്ളൂ. അപ്പൊ മജോറിറ്റി പോളിംഗ് നേരത്തെ കഴിഞ്ഞു. അത് ഒരു മാസമായി. അതില്ലാത്തൊരു പരാതി ഇപ്പൊ ഉണ്ടാവും. ദയവായി തുടരുക. പ്രസന്റേഷൻ 101-ൽ ഉറച്ചു നിൽക്കുകയാണ് CPM. അനിൽകുമാർ, നാളെ ഉച്ചവരെ ആർക്കും എന്തും മനക്കോട്ട കെട്ടാലോ, അത് വരട്ടെന്നേ. ജനം വോട്ട് ചെയ്ത് മെഷീൻ ഇരിക്കല്ലേ. ഇവിടെ ഒരു ചാനൽ ഞങ്ങൾക്ക് പറഞ്ഞത് 20 സീറ്റാണ്, വേറൊരു ചാനൽ ഞങ്ങൾക്ക് പറഞ്ഞ 70 സീറ്റാണ്, വേറൊരു ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ അവര് റിസർച്ച് പറഞ്ഞത് UDF-ന്റെയും 0.1% വ്യത്യാസമുള്ളെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക, ഓരോരുത്തർക്ക് അവകാശം പറയാം, നമുക്ക് നാളെ അറിയാലോ. ഇപ്പൊ ഇന്നത്തെ ഇവിടെ നിന്ന് തർക്കിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല. പക്ഷെ നാളെ തിരിച്ചാണ് ഫലമെങ്കിൽ UDF വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരും. നേരത്തെ കെ സുധാകരൻ പറഞ്ഞതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണമെങ്കിൽ ഞാൻ, ഇലക്ഷനിൽ UDF-ന് തോൽവിയാണെങ്കിൽ പ്രബലമായ ഒരു വിഭാഗം BJP-യിലേക്ക് പോകും എന്നാണ്. ഇത് ഡു ഓർ ഡൈ ബാറ്റിലാണെന്ന് പ്രതിപക്ഷ നേതാവ്. എന്റെ നികേഷ്, ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ചില കൺവിക്ഷന്റെ പേരിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്, കോൺഗ്രസ് നിൽക്കുന്നത് എന്റെ കൺവിക്ഷൻ കൊണ്ടാണ്, എന്റെ ചില കോൺഗ്രസിന്റെ ഐഡിയോളജി കൊണ്ടാണ്. അങ്ങനെ ഇല്ലാത്തവർക്ക് അതൊക്കെ തോന്നും. പിന്നെ ഉള്ളത് അധികാരമോഹം, എന്തെങ്കിലും കിട്ടിയാൽ ചാടും, അങ്ങനെയുണ്ട് കുറെ പേര്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുറെ പേരുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അന്തിമമായി രാഷ്ട്രീയ പ്രവർത്തനം നേതാവ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അത് ഐഡിയോളജിയിലും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നവർക്ക് ആട്ടം ഉണ്ടാവില്ല, അല്ലാത്തവർക്ക് ആട്ടം ഉണ്ടാവും, ആടിക്കോട്ടെ. അല്ല, ഈ സുധാകരനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഐഡിയോളജിയുടെ ഈ ഒരു രേഖയുണ്ടല്ലോ BJP-യും കോൺഗ്രസും തമ്മിൽ, അത് വളരെ നേർത്തതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്. നേരത്തെ അല്ലല്ലോ, അത് റിലേറ്റീവ് ആണ്. അതൊരൊക്കെ അപ്പൊ എനിക്ക് ഒരു സംശയം വേണ്ട, കോൺഗ്രസിന്റെയും BJP-യുടെയും 2 ധ്രുവങ്ങളിലാണ്. ഒരു കാരണവശാലും ഒരു ഉറച്ച കോൺഗ്രസ്സുകാരന് BJP ഐഡിയോളജി അംഗീകരിക്കാൻ കഴിയില്ല, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ആ ക്ലാരിറ്റി ഇല്ലാത്തവർക്കാണ് ഈ കിടന്ന വിഷമം. ചിലപ്പോൾ ജനങ്ങൾ മാറി വോട്ട് ചെയ്തിരിക്കും, പക്ഷെ അവർക്ക് നോക്കുമ്പോഴേക്കും ഒരു പുതിയ ചോയ്സ് ആയിട്ട്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ലീഡർ അങ്ങനെ അല്ലല്ലോ, ഒരു ഐഡിയോളജി കൊണ്ടല്ലേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ മാഷ്, ഞാൻ നേരത്തെ ചോദിച്ചത് BJP-യുടെ സീറ്റുകൾ എത്ര എന്നുള്ളതാണ്. ഈ എക്സിറ്റ് പോളുകൾ ഇങ്ങനെ കൂടി വരുമ്പോഴും BJP-യുടെ സീറ്റ് കുറഞ്ഞു വരുന്നുണ്ടോ? ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ കേരളത്തിൽ നിന്നുകൂടി ഈ ഭരണം നിഷ്കാസിതമായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ CPM-ന് ഒരു ഭരണവും ഇല്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്. കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിലേറെ കാലമായി ഏതെങ്കിലും ഒരു സംസ്ഥാനം ഭരിക്കാത്ത ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്
ഞാൻ കാണുന്ന വരാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന് സൂചന. രണ്ടാമതൊരു കാര്യം, UDF സംബന്ധിച്ചോളം ഇത് നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF താങ്കൾ സൂചിപ്പിച്ചത് ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പിന്നെ സ്വാഭാവിക രാഷ്ട്രീയ ആത്മഹത്യയുടെ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. കാരണം ഇപ്പൊ തന്നെ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വഴികഴിഞ്ഞ സാഹചര്യം കേരളത്തിലുണ്ട് എന്നതാണ്. ദേശീയ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ ഒരു കാര്യം 100% ഉറപ്പിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ചോളം 4 മുതൽ 5 വരെ സീറ്റുകൾ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. BJP തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം വോട്ട് മറിച്ചിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് പരസ്പരം സീറ്റുകൾ ഏതൊക്കെയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാഷെ? ഞാൻ സൂചിപ്പിക്കാല 4 സീറ്റ് 5 സീറ്റ് എന്ന് പറഞ്ഞാൽ അതില് മഞ്ചേശ്വരമുണ്ട്, പാലക്കാടുണ്ട്, അതുപോലെ തന്നെ കഴക്കൂട്ടമുണ്ട്, തൃശ്ശൂരുണ്ട്, നേമമുണ്ട്. ഇങ്ങനെ 4 സീറ്റുകൾ ഞങ്ങൾ 100% ഉറപ്പിക്കുമെന്നുള്ള ജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മഞ്ചേശ്വരം, പാലക്കാട്, കഴക്കൂട്ടം, നേമം, പിന്നേതാ? നേമമുണ്ട്, തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ പറഞ്ഞല്ലോ, തൃശ്ശൂരൊക്കെ കിട്ടുവോ? വെറുതെ പറയല്ലേ. അല്ല, ഞാൻ വെറുതെ പറയുന്നല്ലോ. ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ ഒരു 15 സീറ്റ് എടുത്ത് പറഞ്ഞൂടെ? വെറുതെ പറയണെങ്കിൽ അങ്ങനെ പറയാലോ. ഒരു 10 സീറ്റ് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്താ പറഞ്ഞത്? PC ജോർജ് പറയുന്നത് ഞാൻ കെ സുരേന്ദ്രൻ നിയമസഭയിൽ എത്തുമെന്നാണ് വിചാരിച്ചത് എന്നാണ്. മഞ്ചേശ്വരം നോക്കിയാൽ മതി, കോന്നി വിട്ടേക്ക്. അതുണ്ടാകില്ല എന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ അടുത്തൊരു കൂട്ടുകാരൻ PC ജോർജ് പറയുണ്ടായി. അപ്പോൾ കെ സുരേന്ദ്രൻ നിയമസഭയിൽ പോവോ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇല്ല എന്നാണ് PC ജോർജ് പറയുന്നത്. ആയിക്കോട്ടെ, PC ജോർജിന് അങ്ങനെ പറയാലോ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എന്റെ പാർട്ടിയുടെ വിലയിരുത്തലും അതുപോലെ തന്നെ എന്റെ പാർട്ടിയുടെ ഓരോ സ്ഥലങ്ങളിലെയും വിലയിരുത്തലിന്റെയും അവിടുത്തെ പെർഫോമൻസിന്റെയും അടിസ്ഥാനത്തിൽ പരസ്പരമുള്ള ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് 15 സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല. രണ്ടാമതൊരു കാര്യം, ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം BJP തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് പറിച്ചില്ലെങ്കിൽ ഞങ്ങൾ 2 അക്കത്തിലെത്തി. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശക്തമായ ത്രികോണ മത്സരമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളതെങ്കിൽ ഒരു സംശയം വേണ്ട, BJP 2 അക്കത്തിൽ എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പുവരും. ഒരു 10-20 സീറ്റിലെങ്കിലും ഞങ്ങൾ 2ാം സ്ഥാനത്തും എത്തിച്ചു. കാരണം കേരളത്തിലെ ഒരു തൂക്ക് മന്ത്രിസഭയാണ് വരാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, സർവേ ഫലങ്ങളെ കുറിച്ചും നിങ്ങൾ അങ്ങനെ നോക്കേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർവേ ഫലം എന്തായിരുന്നു? സർവേ എന്താ പ്രവചിച്ച് 12 വെട്ടും പ്രവചിച്ച് അവസാനം 10 പെണ്ണും പോയില്ല. സർവേ ഫലങ്ങളൊന്നും അങ്ങനെയല്ല. മാത്രമല്ല, ചെറിയൊരു ചില എക്സിറ്റ് പോളിലൊക്കെ ഒരു 2 ലക്ഷം വോട്ടർമാരുടെ ഒരു മണ്ഡലത്തിൽ 200 വോട്ട്. ആ 200 വോട്ടിനെ പോൾ ചെയ്തിട്ടാണ് സാമ്പിൾ സർവേ അങ്ങനെ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ മഞ്ചേശ്വരത്തെ കുറിച്ചുള്ള ഒരു പ്രവചനത്തിൽ 2 ചാനലുകൾ 2 തരത്തിൽ എന്താ സൂചിപ്പിക്കുന്നത്? ഒരു ചാനൽ പറയുന്നതോടെ BJPക്ക് നമ്മളിത് സർവേയുടെ വിശകലനം അല്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ മാഷ്, നിങ്ങൾക്ക് അതിനകത്ത് പരാതി ഉണ്ടാവും, പരാതി പറയാം, ആ നിലയിൽ പോട്ടെ. അതാണല്ലോ നമ്മുടെ ഒരു ജനാധിപത്യം. BJP പക്ഷെ 4-5 സീറ്റുകളിൽ വിജയിക്കുന്നുള്ള ആത്മവിശ്വാസമാണ് ഉള്ളത് അല്ലേ? അത്രയില്ല എന്നുള്ളതാണ് എന്റെ. അല്ലല്ല, അത് നാളത്തെ രാവിലെ ഒരു ഉച്ചയോടുകൂടി അറിയാലോ. ഞാൻ പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചോളം ഇത്തവണ ഞങ്ങൾക്ക് അറിയാമായിരുന്നു BJPയെ തോൽപ്പിക്കാൻ വേണ്ടി 2 മുന്നണികളും തമ്മിൽ പരസ്പരം വോട്ടും മറിക്കും. അവരുടെ ലക്ഷ്യം തന്നെയാണ്. നേമത്തെ ഒരു പ്രഖ്യാപിച്ചത് ഞങ്ങൾ കേരളത്തിൽ അക്കൗണ്ട് കൂട്ടിക്കും എന്ന് 2 കൂട്ടും പറഞ്ഞത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാൽ നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഴുതടച്ച കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പഴുതടച്ച് തന്നെ അവർ പരസ്പരം വോട്ട് മറിച്ചാൽ പോലും ജയിക്കാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുക്കിയിട്ട് അവരോട് പരസ്പരം മുന്നണിയായി മത്സരിച്ചാൽ പോലും ഞങ്ങൾക്ക് അത് മറികടക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഞങ്ങളൊരു 4 മുതൽ 5 വരെ സീറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരവും പരസ്പരം വോട്ട് പറിക്കൽ നടന്നത് 2 അക്കം എത്തിയാലും അത്ഭുതമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ തൂക്ക് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ഡിസൈസീവ് ഫാക്ടർ എന്ന രീതിയിൽ NDAയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ആ കാര്യത്തിൽ സംശയം. അല്ലാതെ പോസ്റ്റ് പോൾ എക്സിറ്റ് പോൾ പറയുന്ന പോലെ കേരളത്തിലെ അഴിമതി ഭരണവും അതുപോലെ തന്നെ മയക്കുമരുന്നും അതുപോലെ സ്വജനപക്ഷപാതവും പ്രളയ തട്ടിപ്പൊക്കെ വീണ്ടും തുടരാനാണ് കേരളത്തിലെ ജനത. അത്ര പ്രബുദ്ധരല്ലാത്ത ജനതയാണ് കേരള ജനത എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിലായാലും ശരി, ഏത് കാര്യത്തിലും 5 വർഷം കൊണ്ട് ഇത്രയും അഴിമതിയും സ്വജനപക്ഷപാതവും കള്ളക്കടത്തും മയക്കുമരുന്നും ആക്കുകയും അതുപോലെ തന്നെ സ്ത്രീപീഡനം നടന്നൊരു കാലഘട്ടം കേരളത്തിൽ. താങ്കളിലേക്ക് ശ്രീ ജേക്കബ് ജോർജ്, ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല സെക്രട്ടറിമാരെ വിളിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. മറുഭാഗത്ത് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി പൊതുഭരണ വകുപ്പിനോട് തിങ്കളാഴ്ച തന്നെ ആദ്യഘട്ട മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ്. മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് അത് നിഷേധിച്ചു. നിങ്ങളിൽ ചിലർ ഭാവനാ സമ്പന്നരായ ആളുകളുണ്ട്, അവരുടെ സൃഷ്ടിയാണ്, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല, അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്, ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഞങ്ങൾ പോകും എന്നുള്ളതാണ്.
രണ്ട് പക്ഷത്തും ഇപ്പോഴും ശ്രീ ജേക്കബ് ജോർജ് എന്തൊക്കെ പ്രീ പോൾ പോസ്റ്റ് പോൾ സർവേകൾ വന്നാലും UDF-നും LDF-നും ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ താങ്കൾക്ക്? അല്ല, രണ്ടു കൂട്ടർക്കും ആത്മവിശ്വാസമുണ്ട്. അത് വളരെയേറെ അങ്ങേയറ്റത്തെ ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും UDF കേന്ദ്രങ്ങൾക്കാണെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കാണെങ്കിലും മറ്റേ വശത്ത് CPM-നാണെങ്കിലും. പക്ഷെ CPM-ന് അതിന് ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. വെറുതെ അങ്ങ് പോയി സത്യപ്രതിജ്ഞ ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ സെക്രട്ടേറിയറ്റ് കൂടണം. കുറഞ്ഞ പക്ഷേ സെക്രട്ടേറിയറ്റ് എങ്കിലും ചേർന്ന് കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു തീരുമാനം. എന്നോട് കോടിയേരി ബാലകൃഷ്ണൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ മുഖ്യമന്ത്രി ഒന്ന് നേരിട്ട് തീരുമാനിക്കുന്ന പതിവ് CPM-ന് ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അത് നിങ്ങളോട് പറയാത്തതാണ്, അതായത് മാധ്യമങ്ങളോട് പറയാത്തതാണ്. ഞങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് പോകാറുള്ളത് എന്നാണ്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് കൂടണം എന്നുള്ളത് സമ്മതിച്ചു, സംസ്ഥാന കമ്മിറ്റി അത് എൻഡോഴ്സ് ചെയ്യണമെന്നും സമ്മതിച്ചു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയൻ തന്നെയാണ്. അതെ, അത് ഭരണ തുടർച്ച എന്ന് തന്നെ ആദ്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെയാണ്. അതൊരു പ്രധാന മുദ്രാവാക്യം തന്നെയാ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നതായിരുന്നു. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് രണ്ടുപേർക്കും നല്ല ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ്, അല്ലേ? അതെ, അതായത് തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആത്മവിശ്വാസം നല്ലതാണെന്ന് ഏതോ സിനിമയിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാണോ? അല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് UDF കേന്ദ്രങ്ങളിൽ പ്രചാരണത്തിന് തന്നെ അവസാന ഘട്ടത്തിൽ നല്ല ഉണർവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടിയൊക്കെ പ്രചാരണത്തിന് കിട്ടിയിരുന്നെങ്കിൽ UDF കുറച്ചും കൂടെ മുന്നിൽ വരിക തന്നെ ചെയ്യുമായിരുന്നു. ആ ഒരു പ്രചാരണം ജനങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ടാവണം ഞങ്ങൾ ജയിക്കും എന്ന് തീരുമാനിച്ചത്. അത് എത്ര കണ്ട് കാണും നമുക്ക് നാളെ എക്സിറ്റ് പോൾ എത്ര കണ്ട് വന്നാലും നാളെ റിയൽ ടേംസിൽ നമ്മള് പോളിംഗ് വോട്ടെണ്ണൽ നേരിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സംശയങ്ങളൊക്കെ മാറും. ആര് ജയിക്കും, ആരൊക്കെ പരാജയപ്പെടുന്നത് നാളെ നമുക്ക് നേരിട്ട് കാണാം. അതുവരെ ഇനിയിപ്പോ ഒരു പ്രവചനത്തിനോ അതൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾക്കോ ഒരു പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ കോവിഡ് കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഒരു സർക്കാരിൽ നിന്ന് വേറൊരു സർക്കാരിലേക്കുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ കാലഘട്ടം വരെ ജനങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത്, ഓക്സിജൻ ഇല്ലാത്ത കാലഘട്ടമാണ്. നമ്മൾ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ. ആ ഓക്സിജൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ നാളെ ആരാണോ ജയിക്കുന്നത് മറ്റന്നാൾ അധികാരത്തിൽ എത്തിയാൽ എന്താ കുഴപ്പം? അപ്പോൾ താങ്കൾ പറയുമായിരിക്കും അങ്ങനെ ഒരു ഇടവേള ഇല്ല, അതിന് ഒരു കാവൽ മന്ത്രിസഭയുണ്ടെന്ന്. പക്ഷെ കാവൽ മന്ത്രിസഭ പോരാ സാർ, നമുക്കൊരു ഫുൾ മന്ത്രിസഭ വേണം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അങ്ങാണോ? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ആരുണ്ടിനി? സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിൽകുമാർ, ശ്രീ അനിൽകുമാർ, എൻ്റെ ചോദ്യം അതാണ്. ഒരുപക്ഷെ പൊതുഭരണ വകുപ്പിനോട് പിണറായി വിജയൻ വിളിച്ചിട്ട് മന്ത്രിസഭ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യണം, ഒരുക്കങ്ങൾ ഒരുക്കിക്കോ എന്ന് പറയാനുള്ള സാഹചര്യമില്ല. സാങ്കേതികമായി അത് കഴിയുകയില്ല. അത് പിണറായി വിജയൻ എന്ന ഈ മന്ത്രിസഭയുടെ തലവനല്ലല്ലോ പറയേണ്ടത്. നാളെ തിരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അപ്പോൾ ഇതിൻ്റെ ആ പറയുന്ന വാർത്ത ഒരുപക്ഷെ ഫാക്ച്വലി എററാണ് എന്ന് അനുമാനിച്ചാൽ തന്നെ ഒരു മന്ത്രിസഭ പെട്ടെന്ന് വേണമെന്ന ഉദ്ദേശം ആ വാർത്തയിലുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ സർക്കാർ ഒരു കാവൽ സർക്കാർ എന്ന നിലയ്ക്ക് എന്തോ കുറവുണ്ടിപ്പോ. ഒരു കുറവുമില്ലാതെയാണ് ഈ കോവിഡ് കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി ഇപ്പോഴത്തെ കോവിഡ് പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുന്നത്. അത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തിടുക്കം അക്കാര്യത്തിലില്ല. ഒരു കാര്യം എനിക്ക് പറയാൻ, ഓക്സിജൻ ഇല്ലാത്ത കാലഘട്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് കേരളത്തിലെ ആവശ്യത്തിലേറെ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നത് മാത്രമല്ല കർണാടകയ്ക്കും ഗോവയ്ക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധൈര്യമായി കൊടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഞാൻ പറയുന്നത് BJP-യുടെ പ്രതിനിധിയുടെ പറയുകയുണ്ടായി, ഏതോ കള്ളപ്പണത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ആ ചർച്ച എനിക്ക് ഇഷ്ടമായി. കാരണം ഇപ്പൊ അദ്ദേഹം പറയുന്നത് ചർവിത വേണോ? അല്ല, അപ്പൊ ഒരു വാക്ക് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ 35 സീറ്റ് കിട്ടിയാൽ ബാക്കി ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. അങ്ങനെ 35 സീറ്റ് കിട്ടിയാൽ ബാക്കി വാങ്ങിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് കള്ളപ്പണം ഒഴിച്ചൊരു പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. അതിൽ നിൽക്കുന്നത് BJP ഉൾപ്പെടുത്ത സംസ്ഥാന പ്രസിഡന്റ് കൂടെ ശബരിമലയ്ക്ക് പോയി ശരണം വിളിക്കുകയും അവിടെ വഴക്കുണ്ടാക്കുകയും ചെയ്ത BJP-യുടെ നേതാവ് ആ കേസിൽ നിൽക്കുകയാണ്, പ്രതിപട്ടിക നിൽക്കുകയാണ്. അപ്പൊ ആ കാശ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് കരുതി
വായിൽ വെള്ളമൂറി നിൽക്കുന്ന കോൺഗ്രസ് ആണ് പ്രത്യേക ശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത്. ശരി 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 ഞാൻ അതാ പറഞ്ഞ ചെറുവണ്ണ നമുക്ക് എത്ര കാലമായി നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല. ഡൊമിനിക് പ്രസിഡന്റ്, എന്റെ ചോദ്യത്തിന് പെട്ടെന്നൊരു മന്ത്രിസഭ എന്തായാലും വേണം അല്ലേ നാളെ റിസൾട്ട് അറിഞ്ഞ ഉടനെ? അതിന് ഫോർമാലിറ്റി ഉണ്ടല്ലോ. ഒന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറുള്ളത് ആ മുഖ്യമന്ത്രി ഇപ്പൊ രാജിവെക്കണം, ഗവർണർ ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഏത് മുന്നണിക്കാണോ ഭൂരിപക്ഷമുള്ള ആ മുന്നണി ഗവർണറെ കണ്ട് അവർ ക്ലെയിം വെക്കും. മണിക്കൂറുകളുടെ സമയം പോരെ ഇതിനൊക്കെ? അത് ഇത്ര തിരക്കാർക്കാ ഉള്ളത്. ഒന്നു മാത്രമല്ല, 4-ാം തീയതി തൊട്ട് 9-ാം തീയതി വരെ കേരളത്തിൽ നിശ്ചലമായിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല ഈ നിയമസഭയ്ക്ക് അടുത്ത മെയ് ലാസ്റ്റ് വരെ കാലാവധിയുണ്ട്. അതാലോചിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു പിന്നെ ഇവിടെ കാവൽ മന്ത്രിസഭ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പൊ ആക്ച്വലി കാവൽ മന്ത്രിസഭയുടെ റോളേ ഉള്ളൂ. നയപരമായി ഒരു തീരുമാനം ഗവൺമെന്റ് സാങ്കേതികമായി ഇപ്പോ കാവൽ മന്ത്രിസഭയല്ല. നാളെ ഇലക്ഷനില് പരാജയപ്പെടും. ഒരു മിനിറ്റ് കേൾക്ക്, എന്റെ പോയിന്റ് നിങ്ങൾക്ക്. ഈ മന്ത്രിസഭയ്ക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നയപരമായി ഒരു ഡിസിഷൻ എടുക്കാനുള്ള അവകാശമില്ല. മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമേ ഉള്ളൂ. അവകാശമില്ലല്ലോ. അത് ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും എല്ലാം തീർന്നല്ലോ. അവരുടെ റൂട്ടീനായിട്ട് പോകാൻ, ക്യാബിനറ്റ് കൂടാൻ, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന്റെ അപ്പുറത്തേക്ക് നയപരമായി ഒരു തീരുമാനം എടുക്കാൻ ഈ മന്ത്രിസഭയ്ക്ക് ആവശ്യമില്ല. കാവൽ മന്ത്രിസഭ അല്ല, പക്ഷെ അവർക്ക് അവകാശമില്ല. ഇലക്ഷൻ നമ്മുടെ നിയമം അതല്ലേ. ഇലക്ഷൻ എന്ന് അതുകൊണ്ടല്ല നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നത്. അല്ല നോക്കൂ, നാളെ ഇലക്ഷൻ റിസൾട്ട് വരുന്നു എന്നുള്ള കാര്യമൊക്കെ സമ്മതിച്ചു. പക്ഷേ നാളെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആഘോഷ പ്രകടനങ്ങൾ പാടില്ല. സ്ഥാനാർത്ഥികൾ നന്ദി പറയാൻ പോലും പോകേണ്ട. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് മതി, കോവിഡ് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊക്കെ വൃത്തിയായി നിർവഹിക്കാമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് കൂടി അക്സെപ്റ്റബിൾ ആണോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? അല്ല, പൊതുവായ കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൊതുവെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആക്സെപ്റ്റ് ചെയ്യും. അത് പറയേണ്ടത് ഞാനല്ല, അത് പറയേണ്ടത് UDF നേതാക്കളാണ്. സർവകക്ഷിയിലെ തീരുമാനമെടുത്തിട്ടുള്ളത് വലിയ ആഘോഷ പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഒന്നും വേണ്ട എന്നാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെയും കാണണം. സ്ഥാനാർത്ഥികൾ ഒരു സ്ഥലത്ത് പോയാൽ, ഇപ്പോൾ സ്ഥാനാർത്ഥികൾ സാധാരണഗതിയിൽ ആഹ്ലാദ പ്രകടനത്തിന് പോകാറുള്ളത് ഒരു തുറന്ന ജീപ്പിലൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ അവിടെ ആൾ കൂടും എന്നുള്ളത് കൊണ്ട് സ്ഥാനാർത്ഥികളോട് അങ്ങനെ പോകരുത് എന്നാണ് പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു, പത്രങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഓഫീസുകളിൽ പോലും കൂട്ടം കൂടരുത്, വാഹനങ്ങളിൽ പ്രകടനം പാടില്ല, അതുപോലെ തന്നെ വോട്ടെണ്ണ കേന്ദ്രത്തിലേക്ക് പ്രവർത്തകർ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഇന്നും ഉണ്ട് 5000. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു എല്ലാ പത്രങ്ങളും വന്നിട്ടുണ്ട്. അല്ല, എറണാകുളം ജില്ല പറഞ്ഞ എറണാകുളത്ത് മൊത്തം ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം 50,000. അതില് ഒരു കാര്യം മനസ്സിലാക്കുക, അതില് പകുതിയിലധികം പേര് വീട്ടിലിരിക്കുകയാണ്. നികേഷ് അതാ ധരിച്ചിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ആള് പോകുന്നില്ല, വീട്ടിലിരിക്കുകയാണ്. ഇപ്പൊ ഇത് അതിലേക്ക് തർക്കം അവിടെ ഞാൻ പറയാത്തത്. ഇപ്പോഴേ ഒരു നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ. കോവിഡ് വിളിച്ച് ആർക്കും ഒന്ന് അന്വേഷിക്കാറുണ്ട്? ഇല്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, കോവിഡ് മെഷീനറിയൊക്കെ വർക്ക് ചെയ്യാൻ ഒരു ഫുൾ മന്ത്രിസഭ ഉണ്ടാകട്ടെ. നാളെ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞയായിട്ട് ആർക്കാ കുഴപ്പം? അല്ല, അത് ഞങ്ങളാരൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് വ്യവസ്ഥാപിത മാർഗമുണ്ടല്ലോ, അത് ചെയ്തോട്ടെ. ഏത് മുന്നണിക്ക് 1 ലക്ഷം കിട്ടിയാലും എന്താണ് നമ്മുടെ നിയമം പറയുന്നത്, നമ്മുടെ കീഴ്വഴക്കം എങ്ങനെയാണ്, അത് ചെയ്തോട്ടെ. അത് ആർക്കുള്ളത്? ഉണ്ണികൃഷ്ണ മാഷ്, നിങ്ങൾക്ക് സ്വീകാര്യമാണോ മുഖ്യമന്ത്രി പറയുന്നത് നന്ദി പ്രകടനത്തിന് പോലും സ്ഥാനാർത്ഥികൾ പോകരുത് എന്നാണ്? ആഹ്ലാദ പ്രകടനം പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. നികേഷ്, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളുള്ളത്. ഇപ്പോഴത്തെ കെയർടേക്കർ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞ് മന്ദീഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കും, ഏതൊക്കെ പഞ്ചായത്തുകളാണ് CFLTC സെന്റർ തുറന്നിട്ടുള്ളത്? ഒരു പഞ്ചായത്തിലും CFLTC സെന്ററുകൾ താലൂക്കിലാണ്. അല്ല, താലൂക്ക് നേരത്തെ പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ഓരോ പഞ്ചായത്തിലും CFLTC സെന്ററുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര പഞ്ചായത്തിലുണ്ട് കേരളത്തിൽ? എത്ര പഞ്ചായത്തിലുണ്ട്? ആയിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ കോവിഡ് രോഗികൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എത്ര സ്ഥലത്ത് വിളിക്കുന്നുണ്ട്? അപ്പൊ യഥാർത്ഥത്തിൽ ഈ കാവൽ മന്ത്രിസഭയുടെ പ്രവർത്തനം ദുർബലമായിട്ട് നിശ്ചലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നന്ദി പറയാൻ പാടില്ല എന്ന് പറയാനും വേണ്ടിയിട്ടുള്ള ഇതൊന്നും ഇപ്പോഴത്തെ മുഖ്യമന്ത്രികൾ, ആള് കൂടരുത്,
കൂട്ടം കൂടരുതെന്ന് പറയാനുള്ള അവകാശം എല്ലാവർക്കും. നന്ദി പക്ഷേ പറയാൻ വേണ്ടി ഒരു സോഷ്യൽ ജംഗ്ഷനിലേക്ക് മറ്റേ രീതിയില് നന്ദി പറയാൻ വേണ്ടി ഒരു തുറന്ന വാഹനത്തിൽ ഒരു സ്ഥലത്ത് പോകുന്നു, ഒരു സ്വീകരണ പോയിന്റിൽ, ആ സ്വീകരണ പോയിന്റിൽ ആൾ കൂടില്ലേ? അല്ല ഞാൻ പറയട്ടെ, നന്ദി പറയാൻ വേണ്ടി പോകരുതെന്ന് പറയും. ഇപ്പൊ തുറന്ന വാഹനത്തിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. ഒരു ജയിച്ചൊരു സ്ഥാനാർത്ഥിക്ക് ചില സ്ഥലങ്ങളിൽ പോയി, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ഒരു നന്ദി പറയുന്നതിൽ വലിയ തകരാറൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ജയിച്ച സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ അധികം നന്ദി പറയേണ്ടി ആള് വരില്ല. കൂടരുത്, അല്ല ആള് കൂടാൻ പാടില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യമൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ല, ശരിയാണ്. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പൊ ഈ കെയർടേക്കർ മന്ത്രിസഭ ഒരു നിശ്ചലമായ, ദുർബലമായ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മൂവ് ചെയ്യാത്തൊരു മന്ത്രിസഭയായതുകൊണ്ട് ഏത് മന്ത്രിസഭയാണ് അധികാരത്തിൽ വരുന്നത് സാധ്യത വളരെ കുറവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തൂക്ക് മന്ത്രിസഭയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യം തന്നെ ആ കാര്യം. പക്ഷെ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാരത്തിലേറി ഈ കോവിഡിന്റെ സിറ്റുവേഷൻ അതിജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായമുള്ളത്. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ താമസിക്കുന്നത്? അതിന്റേതായ പ്രോട്ടോകോളും അതിന്റേതായ രീതികളും അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് പറഞ്ഞത്. ഈ രാജി കൊടുക്കാൻ വേണ്ടി ഗവർണറുടെ അടുത്ത് പോകുമ്പോൾ തന്നെ ആ ലെറ്റർ അവിടെ അടിച്ചു വെച്ചേക്കെന്ന് പറയാ പിണറായി വിജയൻ ആണെങ്കിൽ. അതൊക്കെ മെയിൽ ചെയ്യില്ല, അതിനൊന്നും ഒരുപാട് സമയം വേണ്ടല്ലോ. അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെയിൽ ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ല നേരിട്ട് പോയി കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. അതൊക്കെ സെക്കൻഡുകൾ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും ഭൂരിപക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് താമസത്തിന്റെ പിണറായി വിജയനാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് പിണറായി വിജയനാണെങ്കിൽ രാജി കൊടുക്കാൻ പോകുമ്പോൾ വിളിച്ചു പറയാ ഞാൻ വരുന്നുണ്ട്, രാജി തരാനാണ് വിളിച്ച് വരുന്നത്, അതിൻ്റെ കൂടെ ആ ക്ലെയിമും കൂടെ ഞാൻ വെക്കും, ആ ക്ലെയിം വെക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് തരാനുള്ള കത്തൊന്ന് അടിച്ചു വെച്ചേക്കണമെന്ന് ഗവർണറോട് പറയാം. ഇനി രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ ആണെങ്കിൽ പിണറായി വിജയൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും രാജ്ഭവനിലേക്ക് കയറി പോവുക. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. എന്റെ നികേഷ്, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിരിക്കാം. ഇതൊക്കെ വലിയ തമാശയാണ്. നികേഷ് തമാശ അംഗീകരിക്കുന്നറിയോ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ എത്രാമത്തെ ഇലക്ഷനാണിത്? എത്ര ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഇതൊക്കെ. പിന്നെ ഇതിന്റെ അകത്ത് നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം നടക്കും. ഗവർണറെ കാണണം, രാജി കൊടുക്കണം, അത് കഴിയുമ്പോഴേക്കും ഗവൺമെന്റ് ക്ലെയിം വേണം, ഇതൊക്കെ കടലാസം വേണം, ഇമെയിലും കടലാസം വേണ്ട, റെക്കോർഡും വേണ്ട. അവിടെ എന്തിനാ നമ്മള് മറ്റേ സത്പ്രജ ഒപ്പിടുന്നത്? എന്തിനാ? ഇലക്ടഡ് ഗവൺമെന്റിന് വേണ്ടി ഒപ്പിടും. അതെ, ഒപ്പിടണമല്ലോ. ഒരു ബുക്കുണ്ട്, ആ ബുക്ക് ഒപ്പിട്ട് എങ്ങനെ ചീഫ് സെക്രട്ടറി ഒപ്പിട്ടാലേ ക്യാബിനറ്റ് ആവുള്ളൂ. അതൊക്കെ അറിയണ്ടേ? അതിന് വെറുതെ പറഞ്ഞമാതിരി ഒരു കത്ത് അവിടെ കൊടുക്കുക, അടിയിൽ കൊടുക്കുക, അങ്ങനെ അതൊക്കെ ഇതൊക്കെ തമാശയായിട്ട് കാണല്ലേ ഇതൊന്നും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്. അതൊക്കെ ഉണ്ണികൃഷ്ണൻ മാഷോട് ചോദിക്കുന്നത്. ആ മിനിറ്റുകൾ കൊണ്ട് ഗവർണറുടെ ആഫീസ് പ്രവർത്തിപ്പിക്കുന്നതും അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അതിൻ്റെ അകത്തൊക്കെ കുറച്ച് പഠിക്കാൻ ശ്രമിക്കണം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. അതൊക്കെ ചരടുവലി ഉണ്ട്, ചരടുവലി. അപ്പോഴേക്ക് വാക്ക് മാറ്റിയല്ലേ? അപ്പോഴേക്ക് വാക്കങ്ങ് മാറ്റി, ചരടുവലിയാക്കി. ശരി, അപ്പോ നാളെ നമുക്ക് എല്ലാവർക്കും കാണാം, എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം അല്ലേ? എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കൂ, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ടെൻഷൻ അടിക്കണ്ട, ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉറങ്ങിക്കളാം, എന്നാലേ നാളെ ഫ്രഷ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ഡൊമിനിക് പ്രസന്റേഷൻ, ഉണ്ണികൃഷ്ണൻ മാഷ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് അനിൽകുമാർ, ATS വാർത്താ. നമസ്കാരം.